നീ കുറ്റം പറഞ്ഞു നമസ്കാരം ഗൈസ്, ഞങ്ങളങ്ങനെ ഇന്ന് നമ്മുടെ ആട് 3 മൂവി കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എന്താണ് നിന്റെ അഭിപ്രായം? പറയൂ. എന്റെ അഭിപ്രായം, എനിക്കൊരു അഭിപ്രായം പറ. ആവറേജ് അഭിപ്രായമാണ് എനിക്ക് അത്ര. ഇപ്പൊ നമ്മള് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ പ്രതീക്ഷിച്ച നല്ലൊരു ഇതായിട്ട് പോയെ, പക്ഷെ നമുക്ക് അത്രയും വർക്കൗട്ട് ആയില്ല. ചിരിക്കാൻ കുറവായിരുന്നു. സ്റ്റോറി ലൈനൊക്കെ അടിപൊളിയാണെങ്കിൽ നമ്മള് ചിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ഒന്ന് എന്റർടൈൻ ആവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോണേ. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര ഒരു സാധനം എനിക്ക് കിട്ടിയില്ല. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സാധനം കേട്ടോ. പിന്നെ ഇവർക്ക് എങ്ങനെയാന്നുള്ളതായിട്ട് എനിക്കറിയില്ല. അത് ഒരു കാര്യം പറഞ്ഞു പറയണു. അതെ ഗൈസ്, നിങ്ങൾ റിവ്യൂസ് ഒന്നും നോക്കി നിങ്ങൾ സിനിമ കാണാൻ പോകുന്നിരിക്കരുത്. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ ഇവന്റെ അഭിപ്രായം പറഞ്ഞു. ഈ മിക്ക സ്ഥലങ്ങളിലും ഞാൻ നോക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്, ഇവനെ നോക്കുമ്പോൾ ഇവന് ഒരു അനക്കവും ഇല്ല. അതായത് പലർക്കും പല നിനക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കിട്ടാപ്പാളേ. അതാ പറഞ്ഞ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. എനിക്ക് പേഴ്സണലി കുഴപ്പമുണ്ടായിട്ട് തോന്നില്ല. പിന്നെ ഒരു കുറച്ചധികം എക്സ്പെക്ട് ചെയ്ത് പോയത് കൊണ്ടാണോ എന്നറിയില്ല, ഒരു ചെറിയൊരു ഇതുപോലെ തോന്നി. പക്ഷെ എന്ന് വെച്ച് മോശമാണെന്നോ അങ്ങനെയൊന്നും അല്ല. പടം അത്യാവശ്യം കണ്ടിരിക്കാനുള്ള ഒരു തിയേറ്ററിൽ അല്ലെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു മൂവി ഉണ്ട്. അപ്പൊ നിങ്ങൾ അടുത്ത പാട്ടിന് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം പാട്ടല്ല അത് കൊണ്ടുപോയി നിർത്തിയേക്കുന്ന പോർഷൻ അടിപൊളിയാ. അത് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അടുത്ത പാർട്ട് ഇതിനകത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഇവരിങ്ങനെ ഓരോരോ ക്യാരക്ടറും ബിൽഡ് ചെയ്ത് സ്റ്റോറി ലൈൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകുന്ന രീതി അതായിരിക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ പറയണ്ടേ, ഇന്ന രീതിയിലാണ് കഥ പോണേ എന്നുള്ള രീതി പറയണ്ടേ. അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് പറ്റുള്ളൂ. അപ്പൊ നമ്മളതിനകത്ത് കുറ്റം പറയുന്നത് പെർഫോമൻസ് ഒക്കെ പെർഫോമൻസ് വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ ഈ നമ്മുടെ ഈ കോൺസെപ്റ്റ് ഒക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു. ടൈം ട്രാവൽ പറഞ്ഞപ്പോ തന്നെ മനസ്സിൽ ചെറിയൊരു എന്തെങ്കിലും ഫോൾട്ടുകൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ഫസ്റ്റ് അറ്റംപ്റ്റ്, അതായത് ഈ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ നമ്മുടെ ഇവിടെ മലയാളത്തിൽ ആദ്യമായിട്ടാണല്ലോ. അത് ട്രെയിൻ ട്രാവലറാ. പിന്നെ ഷോർട്ട് ഫിലിം മുതല് ഷോർട്ട് ഫിലിം അല്ല, സിനിമ വന്നിട്ടില്ല. അങ്ങനെ നോക്കുമ്പോ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് കത്തിക്കറ്റിക്കൊണ്ട് വരണം. കാരണം അത് അടിപൊളിയാ. പിന്നെ ജയസൂര്യ ഒക്കെ കിട്ടില്ലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ ഈ ആട് പോലുള്ള ഒരു മൂവി ഇത്ര പക്ഷെ ആടില്ല. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ആടിന് കാണിച്ചിരുന്ന ഒരു പാട്ടില്ല. അപ്പൊ ഈ ആട് പോലൊരു മൂവിയിൽ ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ മറ്റേ കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോ പെട്ടെന്നത് കാണുമ്പോ ചിലപ്പോ അല്ലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ആയിരിക്കാം ഒരു പക്ഷെ. നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ പലർക്കും പല മൈൻഡ് സെറ്റ് ആയിരിക്കുമല്ലോ. ഇത് എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി പടം കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വന്ന് പറയുക, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. നിങ്ങൾ ഈ പടം പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് പറയുക. എന്തായാലും എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. പിന്നെ ഇത്ര മോശമായിട്ട് പറഞ്ഞിട്ട് തിയേറ്ററിൽ പോയി കാണാൻ നീ കുറ്റം പറഞ്ഞു നീ കുറ്റം പറഞ്ഞു എന്തായാലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. പറഞ്ഞേ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണാം. ഷാജിപ്പാപ്പൻ സലാമ വെക്കും വീരമ്പാപ്പൻ ഷാജിപ്പാപ്പൻ ആറ്റം ബോംബും ഷാജിപ്പാപ്പൻ മുട്ടായിപ്പാപ്പൻ. അപ്പൊ നിങ്ങള് തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക, എൻജോയ് ചെയ്യുക. ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ പിന്നെ ഫാമിലി ആയിട്ട് പോയിരുന്ന പടം കാണാം. കുഞ്ഞു കുട്ടികളെയും എല്ലാവരും വിളിച്ചുകൊണ്ട് പോയിരുന്നു കാണിക്കാം. അതെ പോരെ. വേറെ ബന്ധം പറയണ്ടെങ്കിൽ നീ പറഞ്ഞു വെറുപ്പിക്കുന്നു. വേണ്ട, ഇപ്പൊ തന്നെ ഭയങ്കര വെറുപ്പിലായി. മതി, നിർത്തി ഞങ്ങൾ പോവാ.